ഈ ഇരുട്ടിൻ്റെ കാലം നമ്മൾ ശ്രദ്ധയോടെ നോക്കണം. എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം, കർത്താവേ, എന്തെല്ലാം വിഷയമുണ്ടായാലും ശരി, ഞാൻ നിന്നെ പിരിയത്തില്ല. നീ വേണം എന്നെ എങ്ങനെയും പരീക്ഷിച്ചോ. പക്ഷേ എന്നിട്ട് നിങ്ങൾ എന്നെപ്പോലെ പറയണം, കർത്താവേ, സങ്കടം കൊണ്ടും കാര്യങ്ങൾ അറിയാവുന്ന കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയണത്. പക്ഷേ അവസാനം വരെ നീ മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ. എൻ്റെ അവിശ്വാസത്തെ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ. മർക്കോസ് 9:24. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഇവിടെ ഒരു വിഷയം വെച്ചാൽ, വിശ്വാസത്തിലെ ചില സമയത്ത് ഈ ക്രൂഡ് ഓയിൽ പോലെ അതിൻ്റെ അകത്ത് അവിശ്വാസം ഉണ്ടാകും. സ്നേഹത്തിലെ ക്രൂഡ് ഓയിൽ പോലെ കാപട്യവും ഉണ്ടാകും. ദൈവത്തിൻ്റെ പണി എന്താണ്? ഇത് റിഫൈൻ ചെയ്യുകയാണ് ചെയ്യണത്. വിഷയം വെച്ചാണ് ഇത് റിഫൈൻ ചെയ്യണത്. നമ്മൾ എന്ത് പറഞ്ഞാലും, ഞാൻ ഒത്തിരിയേറെ മനുഷ്യരെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്ത് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ഒരാൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് ദൈവമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഏൽക്കത്തില്ല, പ്രൂഫ് ചെയ്യാൻ പറയും. അത് ദൈവം സത്യസന്ധമായത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല പ്രാർത്ഥനയും ഡാമേജായി പോണത്. നിങ്ങളിപ്പോൾ ഒരു 100 പ്രാർത്ഥന പ്രാർത്ഥിച്ച് വിചാരിച്ചു, 99 ഡാമേജാണ്. ഡാമേജ് അവസ്ഥ അറിയാമല്ലോ. ദൈവത്തിൻ്റെ പണ്ട് പോലെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത്, ഈ ഊനമറ്റ കുഞ്ഞാടിനെ സ്വീകരിക്കത്തുള്ളൂ. കൊമ്പൊടിയരുത്, കണ്ണ് കോങ്കണ്ണാകരുത്, ചട്ടക്കാലുണ്ടാകരുത്. ഊനമറ്റ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ലേവ്യ 16:8. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. ലേവ്യർ 22:21 മുതലുള്ള തിരുവചനങ്ങൾ. ലേവ്യർ 22:21. ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്. ഇതൊന്നിട്ട് വായിച്ചേ. ലേവ്യർ 22:21. ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്. ഇതാണ് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അതാണ് നമ്മുടെ പ്രാർത്ഥനയായാലും ശരി, അതിൻ്റെ അകത്ത് കാപട്യം ഉണ്ടാവരുത്. വിശ്വാസമായാലും ശരി, അതിൻ്റെ അകത്ത് അവിശ്വാസം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ അപ്പൻ മുൻകൂർ ജാമ്യം കൊടുക്കുന്നത്. കാര്യം ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് കുറച്ച് അവിശ്വാസമുണ്ട്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, അതാണ് 9:24 മർക്കോസിൻ്റെ. ഒന്നിന് വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 9:24. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. 23 വായിച്ചേ. 9:23. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. പിശാച് ബാധിച്ച ഒരു മകൻ്റെ അപ്പനാണ് ഈ വിഷമം.
ആ പിശാച് ബാധിച്ച മകനെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരണതാണ്. അപ്പോസ്തലന്മാരടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ ഒത്തില്ല, സുഖപ്പെടുത്താൻ ഒത്തില്ല. അവരുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഈശോ ചോദിക്കണൊരു ചോദ്യമുണ്ട്. എനിക്കിത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമോ? ആ ചോദ്യമാണ്. ഇതെപ്പോഴും എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്. ഈശോ ചോദിക്കണൊരു ചോദ്യമുണ്ട്. എന്താണ്? എനിക്കിത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അയാൾ പറയും, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ ഞാൻ കാറ്റഗറിസമൊന്നും പഠിച്ചിട്ടില്ല, ദൈവശാസ്ത്രവും പഠിച്ചിട്ടില്ല, ഞാനിത് ഇതിൻ്റെ പുറത്തുള്ള ആളാണ്. പക്ഷെ നോക്കിയേ, യഹൂദനല്ല അയാൾ യഹൂദനല്ല, അയാൾക്ക് ദൈവവും വചനമൊന്നും ബൈബിളൊന്നും അറിയത്തില്ല. പക്ഷേ ഈ വചനവും ബൈബിളൊന്നും അറിയത്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇവിടെ അക്രൈസ്തവർ ഇത്രയും സാക്ഷ്യം പറയാൻ കാര്യത. അവർക്ക് വചനവും ബൈബിളൊക്കെ അറിയണ കുറവായിരിക്കും, പക്ഷെ അവർക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഈ വിശ്വാസത്തിൽ അയാൾ പറയണത്, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതെന്ത് ചെയ്യണം? എൻ്റെ അവിശ്വാസം നീ പരിഹരിക്കണം. അതായത് അവിശ്വാസം നീ പരിഹരിക്കണം. അല്ലാതെ ഈ ഉള്ള വിശ്വാസം വെച്ചുകൊണ്ടിരിക്കുന്നത് തരാൻ പറഞ്ഞരുത്. ഇപ്പം 40 രൂപ അല്ലെങ്കിൽ 37 രൂപയുടെ അരിക്ക് എൻ്റെ കയ്യിൽ 14 രൂപയുണ്ട്, 1 കിലോ അരി തരാൻ പറഞ്ഞാൽ തരുന്നില്ല. അതാണ് വിഷയം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഈ കച്ചവടത്തിൽ വരുന്നൊരു മിസ്റ്റേക്ക് അതാണ്. ഇതിൻ്റെ അകത്ത് ബാക്കി കൂടി റീഫണ്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫെയ്ത്ത് വേണം. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണ്? എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എന്താണ്, അവിശ്വാസം കുറച്ച് കാണും. കാര്യം അവിശ്വാസം കാണുമെന്ന് പറഞ്ഞ കാര്യം സത്യമായ കാര്യം വെച്ചാൽ ഇയാൾ ഒത്തിരി പണി മേടിച്ചിരിക്കുന്ന ആളാണ്. നമ്മൾ ആ 20 മുതലൊന്ന് വായിച്ചേ, 9:20 മുതൽ മർക്കോസിൻ്റെ സുവിശേഷം. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഒരു 9:16 തൊട്ട് വായിക്കുക. ോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അപ്പം ഇയാളുടെ ഈ പിശാച് ബാധൻ അപസ്മാര രോഗിയാണ്. എന്ന് പറയുമ്പോഴൊക്കെ ചടിക്കണ ജന്യ അസുഖം, ഫിക്സൊക്കെ വരുന്ന ആളാണ്. അപ്പം ആ കാലങ്ങളിൽ ജന്യെ അതുപോലെ തന്നെ ഈ അപസ്മാരത്തേക്ക് അതിനും പിശാച് ബാധയുടെ ചേഷ്ട കാണിക്കുന്ന കാരണം ചിലർ പിശാച് ബാധയാണ് ധരിച്ചിരുന്നത്. അപ്പോൾ അത് ഇയാളെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരൊക്കെ കാണിക്കും, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കാണിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഇയാൾ അവിശ്വാസം പരിഹരിക്കണമെന്ന് പറയണത്. കാര്യം അപ്പോസ്തലന്മാരുടെ മാത്രമല്ല ഈ കുട്ടിയും കൊണ്ട് വന്നിരിക്കുന്നത്. ക്ഷേത്രങ്ങളെല്ലാം ഇതുപോലെ അനുഗ്രഹപ്പാടുകളെല്ലാം ഈ രോഗം കൊണ്ട് പോയിട്ടുണ്ട് അയാൾ. അതാണ് പ്രശ്നം. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി പണി മേടിച്ചിരിക്കുന്ന കാരണം പല പള്ളികളിൽ പോയിട്ടുണ്ട്, പല നൊവേന നടത്തിയിട്ടുണ്ട്, പല ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടുണ്ട്, സംഭവം നടന്നിട്ടില്ല. അപ്പം നടന്ന് മടുത്തിട്ട് ഇപ്പോഴും ആ മനുഷ്യൻ വിശ്വാസം നിലനിർത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കണം. അയാൾ ചില്ലറപ്പുള്ളിയല്ല. ശരിക്കും പല സ്ഥലങ്ങളിൽ പോയി ഈ രോഗത്തിന് വേണ്ടിയും സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടിയും PR വേണ്ടിയും IELTS വേണ്ടിയും വസ്തു വിൽക്കാൻ വേണ്ടിയും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയും കുടുംബസമാധാനത്തിന് വേണ്ടിയും മക്കളുണ്ടാകാൻ വേണ്ടിയും ഒത്തിരി ഇടങ്ങളിൽ പോയി കണ്ടും കേട്ടും തളർന്ന് പോയൊരു മനുഷ്യനാണ് ഇയാൾ. എന്നിട്ട് ഈ മനുഷ്യനിൽ വിശ്വാസം അവശേഷിക്കുകയാണ് ക്രിസ്തുവിനെ കാണുമ്പോൾ. അതുകൊണ്ടാണ് ക്രിസ്തു ഇവനോട് ചോദിക്കണത്, ഇത്രയും ഓടി തളർന്നതല്ലേ, പല അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളിൽ പോയതല്ലേ, അതിൻ്റെ പരിക്കുകൾ വാങ്ങിച്ചതല്ലേ, മനസ്സിടറിയതല്ലേ, നിരാശ വന്നതല്ലേ, പരാജയം തോന്നിയതല്ലേ, ഇപ്പോഴും വിശ്വാസം ഉണ്ടോ
എന്ന് പറയുമ്പോൾ അയാൾ സത്യസന്ധമായിട്ട് പറയും, എന്താണ്, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലൂടെ പരാജയം വാങ്ങിച്ച കാരണം എനിക്കിപ്പോൾ ഒന്നിലും വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ്. അത് തുറന്ന് പറയണം ആ മനുഷ്യൻ. കൈയിട്ടിച്ച് വിശ്വാസം ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ച് കൂടെ നിർത്തണമേ, സ്വന്തമാക്കണമേ.